Johan Jerome is get ready for snow play. What do you do? Jerome, look at here. Johan, look at here. Say hi. Hi. Yeah. Are you ready for snow play? Yes. Okay. We are at Kuma. Morning is -1 and -2. -1 ആണോ? Yeah, -1. Yeah, seriously, -1. See, ice, full ice. See, dashboard full. Ojo. ജോൺ ചേട്ടൻ അയർലൻഡിലായിരുന്നുകൊണ്ട് അറിയാം. കണ്ടോ, ചൂടുവെള്ളം ഒഴിച്ചാണ് നമുക്ക് വണ്ടി രാവിലെ നമ്മൾ റണ്ണിങ് കണ്ടീഷൻ ആക്കുന്നത്, അല്ലെങ്കിൽ വിൻഡ് സ്ക്രീനിലൊന്നും കാണാൻ പറ്റില്ല നമുക്ക്. ആ ഈ കൂമേന്ന് പെരിഷർ വാലി പോകുന്ന വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡും പുല്ലാണ്. പുല്ല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്നോ പെയ്തിട്ട് പുല്ലെല്ലാം ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ മുകളിൽ വളരെ ലൈറ്റായിട്ടാണ് സ്നോ പെയ്ത് വീണ് കിടക്കുകയാണ്. അത് ആക്ച്വലി ഒരു സൂര്യൻ ഉദിച്ച് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നോർമൽ രീതിയിലാവും. പക്ഷേ രണ്ട് സൈഡും കണ്ടു കഴിഞ്ഞാൽ ഒരു മരുഭൂമിയുടെ ഒരു പോലെ ഫീലാണ് നമുക്ക് ശരിക്കും കിട്ടുന്നത്. കാരണം എന്നുണ്ടെങ്കിൽ ഇത് സ്നോ പെയ്ത് കഴിഞ്ഞിട്ട് ഉള്ള ചെടികളെല്ലാം ഉണങ്ങിപ്പോവും ഈ സ്നോ ചാടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് സൈഡും ഇങ്ങനെ സ്നോ ഇങ്ങനെ വളരെ ഒരു ലെയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെറിയൊരു വൈറ്റ് കളർ കാണാൻ പറ്റും. പക്ഷേ അതൊരു സൂര്യന് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതെല്ലാം പോയി പിന്നെ ഫുള്ള് ഒരു ഒറ്റ കളറായിരിക്കും. സമതലത്തിനെല്ലാം എല്ലായിടത്തും ഒരു കളറായിരിക്കും. പക്ഷേ ഇത് രാവിലെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ഭയങ്കര മനോഹരമാണ്. ഇത് കാണാൻ ഭയങ്കര രസകരമാണ് ഇത് കാണാനായിട്ട്. ഇത് പോകുന്ന വഴി രണ്ട് സൈഡും ഭയങ്കര മനോഹരമാണ്. റോഡിലേക്കാണെങ്കിലും ചെറുതായിട്ട് മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഭയങ്കര രസമാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ഇവിടെ -3 ആണ്. ഉണ്ടോ സ്ക്രീനിൽ? ശരിക്കും അത് -3 തന്നെയാണ്. വെയിലുണ്ടെങ്കിൽ -3 ആണ്. In about 10 kilometers at the roundabout, take the second exit.
അടുത്തത് ജിൻഡാബെയിൻ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് നമ്മൾ എത്തുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ കൂമേന്ന് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ എത്തുന്ന സ്ഥലമാണ് ജിൻഡാബെയിൻ. ജിൻഡാബെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. ഒപ്പം തന്നെ ഒത്തിരി അക്കോമഡേഷൻസ് ഉണ്ട്. അതായത് കാരവാൻ പാർക്സ്, ക്യാബിൻസ്, പിന്നെ വില്ലകൾ, അതുപോലെ മോട്ടൽസ് എല്ലാം ഉണ്ട്. എങ്കിലും ഭയങ്കര എക്സ്പെൻസീവാണ്. കൂമയെ വെച്ച് നോക്കുമ്പം പെരിഷർ ഭയങ്കര ഒരു 3 ഇരട്ടിയെങ്കിലും റെൻറ്റ് കൂടുതലാണ് ജിൻഡാബെയിനിൽ. അതുകൊണ്ട് ചില ആളുകളൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ കൂമയിൽ അക്കോമഡേഷൻ എടുത്തിട്ട് ട്രാവൽ ചെയ്ത്, കാരണം ഒരു അരമണിക്കൂർ എക്സ്ട്രാ ട്രാവൽ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലാതെ ചില ആളുകളൊക്കെ ജിൻഡാബെയിനിൽ വന്ന് സ്റ്റേ എടുത്തിട്ട് പിറ്റേ ദിവസം പെരിഷ് വാലിക്ക് പോകുന്നവരുണ്ട്. കൂടുതൽ ആളുകളും അങ്ങനെയാണ്. ഭയങ്കര മനോഹരമാണ്. കാരണം ഫുള്ളും ആ മഞ്ഞിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് നൈറ്റിലും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. അപ്പോൾ ഞങ്ങളൊരു തൊട്ടടുത്ത റൗണ്ട് ഔട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ജിൻഡാബെയിൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ കാണുന്നതെല്ലാം അക്കോമഡേഷൻസും എല്ലാം ആളുകളുടെ സ്റ്റേയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർ രാത്രി വന്നിട്ട്, അപ്പോൾ രാത്രിയാകുമ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മൈനസ് ആയിരിക്കും. അതുകൊണ്ട് മഞ്ഞ് വീണ് സൈഡൊക്കെ ഫുള്ള് മഞ്ഞായിരിക്കും. നമുക്ക് കാണാൻ നല്ല മനോഹരമായിരിക്കും കാര്യങ്ങളെല്ലാം. ഒപ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ചില ഏരിയകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം പോലെ ഇരിക്കും. അതായത് വെള്ളയും ജസ്റ്റ് ചെറിയൊരു നരച്ച കളർ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലായിടത്തും. അത് ഈ മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് ഇലകളെല്ലാം പൊഴിഞ്ഞു പോയി, പുല്ലുകളെല്ലാം കരിഞ്ഞുണങ്ങി. നമ്മുടെയൊക്കെ നാട്ടിലെ മൂന്നാറൊക്കെ പോകുന്ന അതേ ഫീലൊക്കെ തന്നെയാണ്. മൂന്നാറിൽ തണുപ്പ് കാലത്ത് മൈനസൊക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞു കേട്ടിട്ടില്ല, പുല്ലുകളൊക്കെ ഉണങ്ങി പോകും, തേയില ചെടികളൊക്കെ ഉണങ്ങി പോകുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെയും. വളരെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ ജിൻഡാബെയിൻ കഴിഞ്ഞു, എന്നിട്ട് സ്ട്രൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട്. എതിരെ ഒരുപാട് വണ്ടികൾ എതിരെ വരുന്നുണ്ട്. അതെല്ലാം രാത്രി സ്റ്റേ ചെയ്തവർ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തവരെല്ലാം തിരിച്ചു പോയതാണ്. കാരണം നൈറ്റ് ആക്ടിവിറ്റീസും ഉണ്ട് അവിടെ. അങ്ങനെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞ് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ച് പോരുന്നവരാണ് ഈ കാണുന്നതെല്ലാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിൽ കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം പോവും, ഈ മഞ്ഞെല്ലാം പോവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പയ്യെ മഞ്ഞൊക്കെ കണ്ടു തുടങ്ങി. റോഡിൻ്റെ സൈഡിലൊക്കെ മഞ്ഞിൻ്റെ ചെറിയ ചെറിയ കട്ടകൾ, അതിൽ മഞ്ഞ് ചെറുതായിട്ട് കൂടിക്കിടക്കുന്നു. മഞ്ഞ് പെയ്തിട്ട് അത് അലിഞ്ഞു പോകാതെ. അത് ശരിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് കണ്ടപ്പോഴത്തേക്കും. അയ്യോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളെല്ലാവർക്കും ഫസ്റ്റ് ടൈമാണ്. മീൻസ് എൻ്റെ ബ്രദറിനുള്ള അളിയന് പുള്ളി അയർലൻഡിലുണ്ടായിരുന്നുകൊണ്ട് പുള്ളി ഇതെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കും ഡാലിയയ്ക്കും പിള്ളേർക്കും എല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇത് കണ്ടിട്ട്. ഭയങ്കര രസമാണ്. ഞങ്ങൾ സൈഡിൽ കൂടെ മഞ്ഞ് കിടക്കുന്നു. ഇറങ്ങി വരാൻ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ റോഡ് കണ്ടിന്യൂസ് ആണ്, സൈഡിൽ നിർത്താൻ പറ്റില്ല. യെല്ലോ ലൈനും കാണാമല്ലോ. അതുകൊണ്ട് യെല്ലോ ലൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളിത് ജസ്റ്റ് കണ്ട് പോവുകയാണ്. അപ്പം മുകളിലേക്ക് പോകുന്നതോറും കൂടുതൽ മഞ്ഞുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്നോ മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങളെ ശരിക്കും എക്സൈറ്റഡ് ആക്കി. കാരണം ഞങ്ങൾ മഞ്ഞുമാല അല്ലെങ്കിൽ സ്നോ മൗണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇത്രയും സ്നോ ഇല്ല, ജസ്റ്റ് കുറച്ച് സ്നോയെ കാണുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞു. എന്തുമാത്രം മഞ്ഞാണ് കാണുന്നത്. ഇനി മുമ്പോട്ട് പോകുന്നവരും മഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, മുകളിലേക്ക് നോക്കുന്ന മലകളെല്ലാം ആ മഞ്ഞ് ഒരു വെള്ളവര പോലെ കാണുന്നതാണ് ശരിക്കും ഈ റോഡ് പോകുന്നത്. അപ്പം ആ കാണുന്ന മൊത്തം മഞ്ഞ മലകളാണ്. മീൻസ് മഞ്ഞ് വീണ് ശരിക്കും ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അല്ലെങ്കിൽ ഭയങ്കര രസമാണ് രണ്ട് സൈഡും. ശരിക്കും ഒരു മരുഭൂമി പോലുള്ള സ്ഥലം, അതിൽ ഫുള്ളും മഞ്ഞ് വീണാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു വ്യൂ ആണ് ശരിക്കും ഇതിൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. മഞ്ഞ് എന്ത് കട്ടക്ക ഇറങ്ങണം നോക്കി. ആ റോഡിലുള്ള മഞ്ഞ് മാറ്റിയിട്ട് രാവിലെ അത് ചെളി പോലെ ഇറങ്ങണം. ഇവിടെ ഈ
റെഡ് കളറിൽ ബോർഡുകളെല്ലാം കാണുന്നത് സ്പീഡ് കുറച്ച് പോകണം. അതായത് 2 സൈഡും മഞ്ഞാണ്. മഞ്ഞ് മീൻസ് മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് വണ്ടി സ്കിഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ പെരിഷർ വാലിയുടെ ഒരു ഏരിയയിലേക്ക് കയറുമ്പോഴത്തേക്കും നമ്മൾ ടയറിൽ ചെയിൻ ഇടണമെന്നൊക്കെയാണ് ശരിക്കും പറയുന്നത്. അല്ലെങ്കിൽ ആവശ്യം വന്നാൽ ചെയിൻ യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൂമയിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെയിൻ ഞങ്ങൾ ഒരു അവിടെ റെൻറ്റിന് കിട്ടും. അങ്ങനെ കൂമയിൽ ചെയിനെല്ലാം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യം വന്നാൽ ചിലപ്പോൾ പോലീസ് പറയും ചെയിൻ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ യൂസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയിൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ സണ്ണി ഡേ ആയതുകൊണ്ട് മിക്കവാറും ചെയിൻ്റെ ആവശ്യം വരില്ല. മെയിനായിട്ട് സ്നോ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് ചെയിൻ ആവശ്യം വരുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും കിലോമീറ്റർ സ്പീഡ് പറഞ്ഞിട്ടുണ്ട്. 40 കിലോമീറ്റർ പറഞ്ഞാൽ അത് 40 പോകാവുള്ളൂ. 40 നിന്ന് സ്പീഡ് കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് ഫൈൻ വരും. പോലീസ് പെട്രോളിംഗ് നല്ല രീതിയിൽ അവിടെയുണ്ട്. പിന്നെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ കൂമയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂമയിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ, പെരിഷർ വാലിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതെല്ലാം ഞാൻ എൻ്റെ സെക്കൻഡ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എവിടെ നിന്നാണ് റെൻറ്റിന് വാങ്ങിക്കണോ, അത് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടത്, ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി പെരിഷർ വാലി ഇൻഫർമേഷൻ സെൻറ്ററിലെത്തി. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ഏകദേശം ഒരു 400 മീറ്റർ അപ്പുറയാണ്. കാരണം രാവിലെ ഞങ്ങളൊരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു. ഓൾറെഡി ഇവിടെ പാർക്കിംഗ് സ്ലോട്ടെല്ലാം ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള അധികൃതർ ഞങ്ങളോട് പറഞ്ഞു റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ അവിടുന്ന് ഇറങ്ങിയുള്ള നടപ്പ് നല്ല ടഫായിരുന്നു. കാരണം എന്നുണ്ടെങ്കിൽ നല്ല നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. അപ്പോൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് ഒപ്പം ടോബഗൺ പോലത്തെയുള്ള സ്നോയിൽ കളിക്കാനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സ്, പിന്നെ ഇതെല്ലാം കുടിക്കാനുള്ള വെള്ളം എല്ലാം പിടിച്ചുകൊണ്ട് നടപ്പെന്ന് പറഞ്ഞാൽ ഒരു 400 മീറ്റർ ആണെങ്കിലും ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു പയ്യെ നടന്ന് ഇവിടെ എത്തി. ബസ്സുണ്ട്, പിക്ക് ആൻഡ് ഡ്രോപ്പ് ബസ്സുണ്ട്. എന്നാലും 400 മീറ്ററുള്ള ഞങ്ങൾ പയ്യെ നടക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇൻഫർമേഷൻ സെൻറ്ററിലെത്തി. ഇൻഫർമേഷൻ സെൻറ്ററിലെത്തിയപ്പോൾ ഞങ്ങൾ റിലാക്സ് ആയി. കാരണം ചെറിയൊരു ഹീറ്ററൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ പിള്ളേർ മഞ്ഞ് കണ്ട ഉടനെ പിന്നെ ഉടനെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നൊക്കെ ഇറങ്ങി കളിയോട് കളിയാണ്, മഞ്ഞ് കിടന്നുള്ള കളിയാണ്. രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്. ജോഹാനും ചെറുവും ഭയങ്കര ഹാപ്പിയാണ് ഇത് കണ്ടിട്ട്. അവർ ഫസ്റ്റ് ടൈമാണ്, ഞങ്ങളും അതെ, ഞങ്ങളും ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. അപ്പം അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. പാർട്ട് 2 ഉടനെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.